നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കേരളത്തിലടക്കം 5 പ്രദേശങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്ന് അതിലെല്ലായിടത്തും മുഖ്യമന്ത്രിമാരെ നിയമിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ ഇപ്പോൾ രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഈ രാജ്യത്ത് എങ്ങനെയൊക്കെ ആയിരിക്കും ഡീലിമിറ്റേഷൻ പദ്ധതികൾ കൊണ്ടുവരിക, എങ്ങനെയൊക്കെ ആയിരിക്കും സെൻസസ് നടപ്പിലാക്കുക, എങ്ങനെയൊക്കെ മണ്ഡല പുനഃക്രമീകരണം രൂപപ്പെടുത്തിയെടുക്കുക എന്നൊക്കെയുള്ള ചർച്ചകൾ തന്നെയാണ്. അതിനേക്കാൾ ഏറെ പ്രാധാന്യത്തോടെ കാണുന്നത് ഈ രാജ്യത്തെ BJP നിലനിൽക്കാൻ വേണ്ടി അവർ കാണിക്കുന്ന കോപ്രായത്തരങ്ങൾ തന്നെയാണ്. അധികാരം നിലനിർത്താൻ വേണ്ടി ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയൊക്കെയാണ് വഴിവിട്ട് BJP നേതൃത്വത്തെ സഹായിക്കുന്നത്. നിലയും വിലയും മറന്ന് ജ്ഞാനേഷ് കുമാർ നടത്തുന്ന ഈ ചെയ്തികൾക്ക് ഒരു തിരിച്ചടി എന്തെങ്കിലും ഉണ്ടാവുകയില്ലേ എന്ന ചോദ്യം വസ്തുതാപരമായി സാധാരണക്കാർ ചോദിക്കുകയാണ്. കാരണം അത്രയേറെ പോഷകത്തരങ്ങളാണ് ഈ മനുഷ്യൻ ഈ കഴിഞ്ഞ കാലയളവിൽ കാണിച്ചു കൂട്ടിയത്. ബംഗാളിലും ബീഹാറിലും എല്ലാം തുടരാവർത്തനം എന്ന രീതിയിൽ SIR നടപടികളുടെ അപാകത അത് വരച്ചു വയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കം തന്നെയാണ് കപിൽ സിബൽ അടക്കം അഭിഷേക് മനു സിംഗ്വി അടക്കമുള്ള നേതാക്കൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. മറ്റ് പാർട്ടികളിലെ നേതാക്കൾ BJPയിലേക്ക് അടിമപ്പെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ BJP അവരെ പർച്ചേസ് ചെയ്യുന്ന രീതിയിൽ അവരെയൊക്കെ എങ്ങനെയാണ് കൃത്യമായി BJPയുടെ പാളയത്തിലേക്ക് എത്തിക്കുന്നത്. അത് നരേന്ദ്രമോദിയുടെ കരിസ്മയിൽ ആകൃഷ്ടനായി, അതല്ലെങ്കിൽ ആ വ്യക്തിപ്രഭാവം കണ്ട് ആകെ കണ്ണ് മഞ്ഞളിച്ച് പോകുന്നതാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് വെള്ളം തൊടാതെ വിഴുങ്ങാൻ മാത്രം പമ്പര വിഡ്ഢികളാണോ ഈ അരിയാഹാരം കഴിക്കുന്ന സാധാരണക്കാർ? ഏറ്റവും കുറഞ്ഞത് മലയാളികൾ ഇത് കേട്ട് വിശ്വസിക്കണമെന്നുണ്ടോ? ഈ രാജ്യത്തെ കൃത്യമായിട്ടുള്ള ഒരു ഡിസ്പാരിറ്റി, ഒരു ഡിവിഷൻ കമ്മ്യൂണലായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സമുദായത്തെയും അതുപോലെ മറ്റ് ന്യൂനപക്ഷങ്ങളെയും വലിയ തോതിൽ അവരെ ഒതുക്കാനും അവരെ വേണ്ടത്ര പരിഗണിക്കാതിരിക്കാനും അവരെ മുഖ്യധാരയിലേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കാനും നടത്തുന്ന ശ്രമങ്ങൾ അസാമിലടക്കം മറ്റ് പ്രദേശങ്ങളിൽ എല്ലാം അതിവ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ കണ്ണ് അടച്ചുകൊണ്ടിരിക്കാൻ കോൺഗ്രസിനെ പോലൊരു മഹത് പ്രസ്ഥാനത്തിന് കഴിയില്ല എന്നുള്ളത് തുടർച്ചയായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നൊരു നഗ്ന സത്യം തന്നെയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പുതിയ ചുവടുകൾ വയ്ക്കുകയാണ്. 2027 കടക്കും മുമ്പ് തന്നെ തീരുമാനങ്ങൾ സംഘടനാപരമായി പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനിർണായകമായി എടുത്തതിനു ശേഷം തന്നെയായിരിക്കും ഉത്തർപ്രദേശിലേക്കും പഞ്ചാബിലേക്കും ഒക്കെ നടക്കുന്ന പോരാട്ടങ്ങളിലേക്ക് കോൺഗ്രസ് ശക്തമായി കാതലായ പങ്ക് വഹിക്കാൻ തുനിയുക എന്നുള്ളതും ഈ അവസരത്തിൽ വ്യക്തമാക്കേണ്ടതാണ്.